Hi everyone, good morning. Welcome to the class of income tax. Let's study the term exempted incomes. Exempted income or exemptions from tax or otherwise called non-taxable income. Exempted income means an income on which income tax is not chargeable. It is not included in total income. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടാക്സബിൾ ഇൻകം ആണ്. അതായത് ആ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യില്ല. എക്സംപ്റ്റഡ് ഇൻകത്തിന് നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുമില്ല. എക്സംപ്റ്റഡ് ഇൻകം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ഫോർ ഓൾ അസസീസ്, ഫോർ എംപ്ലോയീസ് ആൻഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് കാറ്റഗറി ഫോർ ഓൾ അസസീസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഐറ്റം അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ എക്സംപ്റ്റഡ് ഇൻകം ആണ്, അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. രണ്ടാമത്തത് സം റിസീവ്ഡ് ഫ്രം HUF ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റിന് ഡിവൈഡ് ചെയ്ത് എന്തെങ്കിലും സം കിട്ടുകയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. നെക്സ്റ്റ് ഷെയർ ഓഫ് ഇൻകം ഓഫ് എ പാർട്ട്ണർ ഫ്രം ദി ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഉള്ള പ്രോഫിറ്റിന് ഷെയർ ചെയ്ത് അതിൻ്റെ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പാർട്ട്ണർ അതിന് ടാക്സ് കൊടുക്കണ്ട. കാരണം പാർട്ട്ണർഷിപ്പ് ഫേമിൽ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ടാക്സ് കൊടുത്തതിന് ശേഷം ബാലൻസ് ഇൻകം ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ടാക്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പിന്നീട് പാർട്ട്നേഴ്സ് അത് റിസീവ് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് ഈസ് പേയ്മെൻറ്റ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് ഡിസാസ്റ്റർ. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ്, കോമ്പൻസേഷൻ ഓഫ് ഡിസാസ്റ്റർ, അലവൻസ് ഓഫ് MPs, MLAs ആൻഡ് MLCs, അവാർഡ്സ് വെദർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്, പെൻഷൻ ഓഫ് ഗാലൻട്രി അവാർഡി, family pension of a member of armed forces, annual value on palace of rulers of Indian states. നമ്മുടെ പഴയ കാലത്തെ ഭരണാധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പാലസസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാലസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാലസിൻ്റെ വാല്യൂ എക്സെപ്റ്റഡ് ആയിരിക്കും. അതിൻ്റെ ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു പാലസിൻ്റെ ആനുവൽ വാല്യൂ എക്സെപ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി income of scheduled tribes residing in any tribal area or states of Arunachal Pradesh, Nagaland, Tripura, Sikkim and Ladakh region of state Jammu and Kashmir. So income of scheduled tribes residing in certain specified states. ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് certain income of Sikkimese, subsidy from tea board, subsidy received by planters, income of a minor child, income from units of unit scheme. Next, dividend income, income from international sporting event, capital gains on transfer of agricultural event, income from newly established units in special economic zone or CES. Next, exempted income for employees. എക്സെപ്റ്റഡ് ഇൻകം ഫോർ എംപ്ലോയീസിൽ നമ്മൾ പറയുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വലിയ പരിചയം ചിലപ്പോൾ കാണില്ല. പക്ഷെ നമ്മൾ ഇൻകം ഫ്രം സാലറീസ് ഒക്കെ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ ഈ പല ഐറ്റംസ് നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും. വൺ ഈസ് ലീവ് ട്രാവൽ കൺസെഷൻ. നെക്സ്റ്റ് അലവൻസ് ഓർ പെർക്കിസൈറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, ലീവ് സാലറി, എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, compensation on retrenchment, compensation on voluntary retirement, tax paid by employer on the value of perquisites, payment from statutory provident fund, payment from recognized provident fund, approved superannuation fund, house rent allowances and special allowance for meeting certain expenditure. Next, for institutions, income of a local authority, income of research association, news agency, regimental fund or non-public fund, income of fund for welfare of employees or their dependent, pension fund set up by LIC or other insurer, Khadi and village industries, Khadi and village board, European Union, SARC fund, specified charitable funds, mutual fund,
income of registered trade unions, income of venture capital fund, etc. Okay, all these are the exempted incomes. Thank you.